നല്ല നെയ്ച്ചോറും കല്ലുമ്മക്കായും പിന്നെ പുഴമീൻ, വലിയ പുഴമീൻ പൊള്ളിച്ചത് അപാര ടേസ്റ്റാണ്. എന്നാ പിന്നെ നേരെ അങ്ങോട്ട് പിടിക്കല്ലേ? ഇപ്പൊ വരുന്നില്ല. ഞാൻ ഈ സോക്സ് വന്നിട്ടാണ് നിങ്ങൾ ഒന്നുണ്ട്. ഞങ്ങൾ അവിടെ കയറി നിൽക്കാം. എന്താ പറയുക, അല്ല ഇന്നിപ്പോ എങ്ങോട്ടാടാ? ഇല്ല, എന്ന് അങ്ങോട്ടില്ല. നിങ്ങള് എടാ ഇന്നിപ്പോ എവിടുക്കാ യാത്ര? അപ്പൊ ഞാൻ ഈ ചെമ്പ്രവട്ടം ഒന്ന് പോയിക്കാണ്ട് വരാം. ചുരുക്കത്തിൽ ഇപ്പൊ ഇന്ന് രാത്രിയും ചോറുന്നാനുണ്ടാവില്ല എന്ന് ഉമ്മ പറയുന്നുണ്ട് കേട്ടാ. ഇപ്പൊ കൊറേ കാലായിട്ട് രാത്രി ചോറുന്നാന് പെരിയിൽ ഉണ്ടാലേ ഇല്ലാന്ന്. അതിപ്പോ ഞാനേ വരുമ്പോഴല്ലേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. മന്നീന്റെ ശേഷപ്പോ എനിക്കൊരാഴ്ചയിലേറായി വിരുന്നും തക്കാരും ഒക്കെ ആയിട്ട് എന്നും ഭക്ഷണം കഴിക്കണത്. അതിന്റെ പുറമേണ് ഇപ്പൊ ഈ വൈകുന്നേരം പോയിക്കാണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണത്. അതൊന്നും അത്ര നല്ലതല്ല. ശരീരത്തിനോട് നമ്മളൊരു നീതി കാണിക്കണം. ഇതൊക്കെ ദഹിക്കാൻ എത്ര സമയം എടുക്കും? അതിപ്പോ സ്നേഹിതന്മാരൊപ്പം പോകുമ്പോ ഒരു രസത്തിന് അങ്ങോട്ട് പോണതല്ലേ. അല്ല, ഇപ്പാന്റെ കുട്ടി ചങ്ങായിമാരൊപ്പം പുറത്തു പോയി ഭക്ഷണം കഴിക്കണീനൊന്നും എതിർപ്പുണ്ടായിട്ട് പറയല്ല. ഞങ്ങളൊക്കെ ഒരു കുട്ടിക്കാലുണ്ടായിരുന്നു. അന്ന് ദാരിദ്ര്യം പട്ടിണിയായിട്ട് ചേമ്പും ചേനും ചക്കക്കൂരും ഒക്കെ തിന്നീന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ബിരിയാണിയോ നെയ്ച്ചോറോ കാണണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടാകേണ്ടി. ഇന്നിപ്പോ എന്നും നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെയാണ്. അതിന്റെ പുറമെയാണ് ഈ പുറത്തു പോയിങ്ങാണ്ട് തിന്നു കാണുമ്പോൾ ഒരു വല്ലാത്ത പേടി. അതുകൊണ്ട് പറഞ്ഞതാ. ഉപ്പാന്റെ കുട്ടിക്കാലത്തെ മാതിരത്തെ സാമ്പത്തിക അവസ്ഥ അല്ലല്ലോ ഇപ്പൊ നമ്മളത്. അപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നമുക്ക് മേടിച്ച് കഴിച്ചൂടെ? ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കണ്ടെന്നല്ല, പക്ഷെ അമിത ആവരുത്. അമിത ആയാല് എല്ലാം കേടാ. മാത്രല്ല താന്റെ കുട്ടി ഈ ഫോണിലൊക്കെ കാണുന്നില്ലേ, യുദ്ധം നടക്കുന്ന നാട്ടില് പിഞ്ച് മക്കൾ ഒരു നേരത്തെ അന്നം കിട്ടാഞ്ഞിട്ട് ഇത് മണ്ണ് വരെ വാരി തിന്നണ ദയനീയ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് പോർക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ കഴിയൂലല്ലോ. അവരോട് നമ്മൾ മനസ്സുകൊണ്ടേലും ഒന്ന് ഐക്യപ്പെടാൻ നമ്മളെ ഭക്ഷണത്തിലൊന്ന് കുറക്കേലും നമ്മൾ ചെയ്യണ്ടേ? അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? അത് ശരിയപ്പാ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനെന്നാ അവരുടെ കൂടെ പോയിക്കാണ്ടൊന്നും പോരാ, ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കണല്ലോ. അതെ, വയറുപോലെ ചീത്തയായ ഒരു പാത്രവും നിങ്ങൾ നിറച്ചു വെച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും ബാക്കി ശ്വസനത്തിനും വേണ്ടി ഒഴിഞ്ഞു കിടക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ ആ അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്ര സാർത്ഥകമാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒട്ടകത്തിന്റെ വിസർജ്യം ആഹരിക്കാൻ കാത്തു നിൽക്കുന്ന സുഡാനിലെ ഒരു ബാലന്റെ ചിത്രവും തകർത്തുടച്ച ജന്മനാടിന്റെ ദുരവസ്ഥയിൽ ഭക്ഷണം കിട്ടാതെ പൊടിമണ്ണ് ആഹരിക്കാൻ വിധിക്കപ്പെട്ട അനാഥ ബാല്യങ്ങളെ നിങ്ങളെ ഓർത്തതാ കണ്ണുകൾ